സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ, ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരനെ വിളിക്കുന്ന ഒരു നികൃഷ്ടവാചകം ആവർത്തിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം അസഭ്യമാണ്. 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടിന്റെ പേരിൽ ഒരു താങ്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഞാൻ കേട്ടിരുന്നത്. കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പം നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അതിൽ. ഇല്ല, ഇപ്പോൾ വേടനിപ്പോൾ എന്താ ചെയ്തത്? 4 പാട്ട് പാടി. അപ്പോൾ ആ പാട്ട് ഇഷ്ടമുള്ളവർ കേൾക്കുക, ഇഷ്ടമില്ലാത്തവരത് വിട്ടുകളയാം. പിന്നെ അദ്ദേഹം വരുമ്പോൾ ആൾക്കൂട്ടം കൂടുന്നു. അത് സ്വാഭാവികമല്ലേ. പുതിയൊരാൾ വരുന്നു, ആളുടെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നു, ആളുടെ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ആളത് ഒരു നല്ലൊരു പെർഫോമറായിട്ട് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, കുറച്ച് കളയുമ്പോൾ അടുത്ത ആൾ വരും. ആരെ ഭയക്കുന്നത്? അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യട്ടെ. തൊഴിൽ ചെയ്ത് അദ്ദേഹം ജീവിക്കട്ടെ. അദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തൂ. അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ആർക്കാണ് ഇപ്പോൾ ഒരു തടസ്സമുള്ളത്? ആർക്കാണ്? വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാർ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പോൾ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? വിമർശനവും കാര്യങ്ങളും എല്ലാം തന്നെ പാട്ടിലും തുടർന്ന് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷേ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്തിരിക്കും. ഇപ്പോൾ പക്ഷേ അതേസമയം തന്നെ ഈ NDAയുടെ സഖ്യകക്ഷികൾ തന്നെ ഇപ്പോൾ ഇന്നലെ തുഷാർ അടക്കമുള്ള ഒരു വേടനെ അനുകൂലിച്ച് വേടനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ, പഞ്ചായത്ത് ഇലക്ഷൻ വരികയില്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ മനസ്സിലായില്ല. പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്. അത്ര തന്നെ. വേറെ ഇല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ. വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച്. കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്. ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്. ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇല്ല മാഷെ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത്? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക, വലിയ ഊർജം മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി. ഇനി വേടൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും പബ്ലിക്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നോക്കിക്കാണും. അപ്പോൾ നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം. വേടന് നല്ലത് വരട്ടെ.